മറ്റൊരു വാർത്തയിലേക്ക് ആലപ്പുഴ കായംകുളത്ത് കെഎസ്ആർടിസി ബസിന് തീപിടിച്ചു. സർവീസ് നടത്തവെയാണ് തീപിടിച്ചത്. യാത്രക്കാരെ മുഴുവൻ ഇറക്കിയതിനാൽ അപകടം ഒഴിവായി. കായംകുളം ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്കാണ്. കരുനാഗപ്പള്ളി തോപ്പുംപടി ബസിനാണ് തീപിടിച്ചത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, എന്താണ് സംഭവിച്ചത്? ധന്യ 9:30 കൂടിയാണ് കായംകുളത്തേക്ക് പോയ കെഎസ്ആർടിസി ബസിന് തീപിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. യാത്രക്കാരെല്ലാം തന്നെ അത് ഒരു ഭാഗ്യമാണ്. കാരണം ആദ്യം MSM കോളേജിന്റെ അടുത്ത് വെച്ച് ഈ തീ പടർന്നപ്പോൾ, അതായത് പുക ഉയർന്നപ്പോൾ തന്നെ യാത്രക്കാരെ മുഴുവനായി പുറത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. രാവിലെ തന്നെ നല്ല തിരക്ക് ബസ്സിൽ ഉണ്ടായിരുന്നു. പക്ഷേ യാത്രക്കാരെ മുഴുവൻ പുറത്തിറക്കിയതിനു ശേഷമാണ് ഈ ബസ്സിന് തീ പിടിച്ചത്. പക്ഷേ അത് വളരെ വേഗത്തിൽ പിന്നീട് തീ പടരുകയായിരുന്നു. ഇത് വെസ്റ്റിബ്യൂൾ എന്ന ബസ്സാണ്. വെസ്റ്റിബ്യൂൾ എന്ന ബസ്, അതായത് സാധാരണ ബസ്സിൽ നിന്ന് വ്യത്യസ്തമായി നീളം കൂടിയ കെഎസ്ആർടിസിയുടെ പുതിയ ബസ്സാണ്. ഇത് തിരുവനന്തപുരത്തായിരുന്നു സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കരുനാഗപ്പള്ളിയിലേക്ക് പിന്നീട് മാറ്റുകയായിരുന്നു. ഇപ്പോൾ കരുനാഗപ്പള്ളി തോപ്പുംപടി സർവീസാണ് നടത്തുന്നത്. രാവിലെ തോപ്പുംപടിയിൽ നിന്നും കരുനാഗപ്പള്ളിയിൽ എത്തിയിരുന്നു. ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്നും യാത്രക്കാരുമായി മടങ്ങുന്നതിനിടയിലാണ് OMK ജംഗ്ഷനിൽ വെച്ച് ആദ്യം ഒരു പുക കണ്ടു. പിന്നീട് ബസ് MSM കോളേജിന്റെ സൈഡിലേക്ക് ഒതുക്കി. ആ ഭാഗത്ത് വെച്ചാണ് യാത്രക്കാരെ മുഴുവൻ ഇറക്കിയതിനു ശേഷം വേഗത്തിൽ തീ പടരുകയായിരുന്നു. ഇന്ധന ചോർച്ചയാണോ ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചെന്നുള്ള സംശയം ഉണ്ട്. എന്തായാലും പരിശോധിച്ചു വരികയാണ്. പൂർണ്ണമായും തീ അണച്ചിട്ടുണ്ട്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് കായംകുളത്ത് നിന്ന് തന്നെ എത്തി അവരെ തീ അണച്ചു. നാട്ടുകാരും ചേർന്ന്, കാരണം വളരെ തിരക്കേറിയ ഒരു സ്ഥലമാണ്, അവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരും സജീവമായി ഇടപെട്ടു. എല്ലാവരും ചേർന്ന് ഇപ്പോൾ തീ അണച്ചിട്ടുണ്ട്. ഭാഗ്യത്തിന് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ശരി, ഇതിന്റെ കാരണം സ്വാഭാവികമായിട്ടും വലിയ അപകടമാണ് ഉണ്ടായത്. മറ്റാർക്കും പരിക്കേറ്റില്ലെങ്കിലും ബസ് അത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സർവീസിലുള്ളപ്പോൾ തീ പിടിക്കുക എന്നുള്ളത് അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. എന്താണ് പോലീസ് എങ്ങനെയാണ് അന്വേഷണം നടത്തുന്നത്? എന്താണ് പറയുന്നത്? ധനി, ഇതിനകത്ത് ഈ ബസ് എന്ന് പറയുന്നത് സാധാരണ ബസ്സല്ല. അതായത് KSRTC തന്നെ നീളം കൂടിയ പുതിയ ബസ് ഉണ്ടല്ലോ, അതായത് പുറകിലേക്ക് ഒരു എക്സ്റ്റൻഷൻ ഭാഗം വരുന്ന ഒരു ബസ്സാണ് അത്. ആ ബസ് ഇപ്പോൾ ഇവിടെ ഇത്തരത്തിൽ സർവീസ് തുടങ്ങിയിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അതായത് ട്രിവാൻഡ്രം സിറ്റി കേന്ദ്രീകരിച്ചായിരുന്നു ഈ ബസ്സിന് സർവീസ് ഉണ്ടായിരുന്നത്. അത് പിന്നീട് കരുനാഗപ്പള്ളിയിലേക്ക് മാറ്റുകയായിരുന്നു. ഈ കരുനാഗപ്പള്ളിയിൽ ഇപ്പോൾ സർവീസ് ആരംഭിച്ചിട്ട് കുറച്ചാവുന്നുള്ളൂ. തോപ്പുംപടി കരുനാഗപ്പള്ളി പോയി വരികയാണ്. അത് മാത്രമല്ല ഈ സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്ക്, ജോലിക്ക് പോകുന്നവരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ തിരക്കുണ്ടായിരുന്നു. തോപ്പുംപടി കരുനാഗപ്പള്ളിയിൽ നിന്ന് അടുത്തതിന് ശേഷം 9:00 കൂടിയാണ് ഇത് കായംകുളത്ത് എത്തുന്നത്. കായംകുളത്ത് പക്ഷേ OMK ജംഗ്ഷന് വെച്ച് ആണ് ഇതിൽ തീ അല്ല, ആദ്യം പുകയാണ് ഉയരുന്നത്. പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പെട്ടെന്ന് ബസ് ഒതുക്കി അത് MSM കോളേജിന്റെ അരികിലേക്ക് ഒതുക്കുകയും അവിടുന്ന് ആളുകളെ മുഴുവൻ ഇറക്കി കഴിഞ്ഞപ്പോൾ വലിയ തോതിൽ ഇതിന് അഗ്നിബാധ ഉണ്ടാവുകയാണ് ചെയ്തത്. എന്തായാലും പൊട്ടിത്തെറിക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അതിനു മുമ്പ് തന്നെ നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും സംയോജിതമായ ഒരു ഇടപെടൽ ഉണ്ടായി. പക്ഷെ ബസ് നന്നായി കത്തിയിട്ടുണ്ട്. ആളുകളെ എന്തായാലും മാറ്റാൻ കഴിഞ്ഞു. മറ്റ് പൊട്ടിത്തെറികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും ബസ്സിന്റെ ഡീസൽ ടാങ്ക് ചോർന്നതാണോ അതോ മറ്റെന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആണോ എന്നൊക്കെ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം മറ്റേ പോലീസും മറ്റു ആളുകളും ഒക്കെ അവിടെ എത്തി വിദഗ്ധ ടീമൊക്കെ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാമല്ലോ, ഇപ്പോൾ സർക്കാരിനെ കേന്ദ്രീകരിച്ച് തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഈ വാഹനങ്ങൾക്ക് തീപിടിക്കുന്നത് സംബന്ധിച്ച് ഒരു പ്രത്യേക ടീം തന്നെ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. അത്തരത്തിൽ അവരുടെയും ഒരു പരിശോധനയിലേക്ക് ഇത് വരുമെന്നാണ് നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങൾക്കാണ് കൂടുതലായി തീപിടിക്കുന്നതെന്നുള്ള ഒരു കണ്ടെത്തലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി അത്തരത്തിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആണോ ഇത് എന്നൊക്കെയുള്ള പരിശോധന ഉണ്ടാവേണ്ടതിരിക്കുന്നു. എന്തായാലും അത് ഇനിയിപ്പോ ആദ്യ മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അത് സംബന്ധിച്ച ഒരു ധാരണയിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഒരാൾക്ക് പോലും ഒരു പരിക്കുമില്ലാതെ ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് ആളുകൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇതിപ്പോ പ്രധാന പാതയാണ്, അവിടെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ആളുകളെ മറ്റ് വാഹനങ്ങളൊക്കെ എങ്ങനെയാണ് നിയന്ത്രിച്ചിരിക്കുന്നത്?
ഈ നല്ല ഗതാഗത കുരുക്ക് സ്ഥലത്തുണ്ട്. കാരണം റോഡിൽ ഈ വാഹനമുണ്ട്. അത് നമുക്കറിയാം കായംകുളം വലിയ വീതി കുറഞ്ഞ റോഡാണ്. മാത്രമല്ല ദേശീയപാത നിർമ്മാണം കൂടി നടക്കുന്നത് കൊണ്ട് വളരെ പരിമിതിയുണ്ട്. അതുകൊണ്ട് ഗതാഗത കുരുക്ക് ആ സ്ഥലത്ത് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് പരിഹരിച്ച് ഇനി അത് മാറ്റണം. പൂർണ്ണമായി അടച്ച ശേഷം അത് ഈ ബസ് എടുത്ത് മാറ്റണം. അത് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നമ്മളിപ്പോ KSRTCയിലെ ആ ഡ്രൈവറുമായി ബന്ധപ്പെട്ടപ്പോൾ അത് മാറ്റുന്നതിനുള്ള നടപടി അവർ ചെയ്തു വരികയാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പോലീസുമായി അക്കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോ കുറച്ച് സമയം മാത്രമേ ആയിട്ടുള്ളൂ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട്. 9 കൂടിയാണ് പുക ഉയർന്നത് കണ്ടത്. പിന്നീട് ഒരു 15-20 മിനിറ്റിനുള്ളിൽ തന്നെ വലിയ തോതിൽ ആളി കത്തുകയും ആ ബസ് കത്തുകയുമാണ് ചെയ്തത്. മറ്റ് ബസ് നീക്കം ചെയ്യാതെ റോഡിൽ ഗതാഗതം അരികിലേക്കാണ് ഒതുക്കിയിട്ടില്ലെങ്കിലും അത് പൂർണ്ണമായി ചെയ്യാനാകണം. പുക ഇപ്പോഴും വരുന്നുണ്ട് ബസ്സിൽ നിന്ന്. അതുകൊണ്ട് അത് പൂർണ്ണമായി അണച്ച് സുരക്ഷിതമായി മാറ്റിയതിനു ശേഷം അതിന്റെ വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയുള്ളൂ. അത്തരത്തിൽ ഗതാഗത തടസ്സവും ഇപ്പോൾ ഉണ്ട്. ശരി ശരണ്യ, വരാം. KSRTC ബസ്സിനാണ് തീപിടിച്ചിരിക്കുന്നത്. വലിയ അപകടം ഒഴിവായി. ബസ് ഡ്രൈവറുടെ ശ്രദ്ധയിൽ ഇത് പെട്ടതിനെ തുടർന്ന് അദ്ദേഹം പെട്ടെന്ന് ആളുകളെ മാറ്റുകയായിരുന്നു. വലിയ തീപിടുത്തമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ. ബസ് പൂർണ്ണമായും കത്തി നശിച്ച അവസ്ഥയാണ്. ഫാസ്റ്റ് പാസഞ്ചറിനാണ് തീപിടിച്ചത്. പുതുതായി മോഡിഫൈ ചെയ്ത ബസ്സിനാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിരിക്കുന്നത്. വലിയ ആശങ്കയുണ്ടാക്കുന്നു. ഓടിക്കൊണ്ടിരുന്ന ബസ്, സർവീസ് നടത്തിക്കൊണ്ടിരുന്ന KSRTCക്കാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. നിറയെ രാവിലെ ജോലിക്ക് പോകുന്ന, ഇല്ലെങ്കിൽ സ്കൂളിലും കോളേജിലും പോകുന്ന ആളുകളൊക്കെ നിറയെ ഉണ്ടായിരുന്ന ഒരു ബസ്സിന് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചു. എന്തുകൊണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. പ്രാഥമിക വിവരം ഇതിന്റെ ഡീസൽ ടാങ്കിൽ ചോർച്ച എന്നുള്ളതാണ്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാകൂ. പക്ഷേ ഈ നടു റോട്ടിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് ഇത്തരത്തിൽ തീപിടിക്കുന്നത് വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. കായംകുളത്താണ് സംഭവം. കരുനാഗപ്പള്ളി തോപ്പുംപടി ബസ്സാണ് തീപിടുത്തമുണ്ടായത്. ആർക്കും പരിക്കേറ്റിട്ടില്ല. എല്ലാവരെയും ബസ്സിൽ നിന്ന് ഇത്തരത്തിലൊരു അപകടം കണ്ടതിനെ തുടർന്ന് ബസ് ഡ്രൈവർ ഇടപെടുകയും എല്ലാവരെയും ബസ്സിൽ നിന്ന് മാറ്റുകയും ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം സംഭവിച്ചില്ല. ഫാസ്റ്റ് പാസഞ്ചറിനാണ് തീ പിടിച്ചിരിക്കുന്നത്. തിരക്കുള്ള സമയമായിരുന്നു. റോഡിലെ ഗതാഗത കുരുക്ക് വലുതാണ്. പ്രധാന പാതയാണ്. അവിടെയാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്.